പൈസ തന്നെ നമുക്ക്. അതിന് മുട്ടായി നീ വെച്ചോ. നാളെയും ഇതേ സമയത്ത് ഇവിടെ തന്നെ വരണം. അവരിക്കറിയില്ല ഇന്ന് പൈസ കൊണ്ടുവരാൻ പറയും. കൊണ്ടുവന്നു പൈസയില്ലേ? അത് പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് പൈസ കൊണ്ടുവരാൻ. ഫ്രണ്ടാ വിശ്വസിക്കാൻ പറ്റുമോ? ആരോടെയും പറയില്ല. ഇല്ല. ശരി, ഈ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഇന്ന് മാത്രം. നാളെ പൈസ എന്തായാലും ഉറപ്പായിട്ട്. പക്ഷെ ഇതെന്താ? അതൊക്കെ ഞാൻ പറയാവാ. ഉറപ്പല്ലേ? ഞാനാ കാണിച്ചു. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് മനസ്സിലാവും. കുഴപ്പമില്ല. നീ കുറച്ച് നേരം കഴിഞ്ഞാൽ നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യം നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ വേണം. അതൊക്കെ പറയാം. ഞാൻ മരിച്ചൊക്കെ ഒന്നുമില്ല. അങ്ങനെ സാധനമല്ലേ? നീ ഇത് വെച്ചോ. നിനക്ക് ആവശ്യമില്ലപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ചൂട് തട്ടിയതുണ്ടാ നടന്നിട്ട് ഒട്ടും ശരിയായി. ഇതൊന്നും തട്ടിയതല്ലുള്ളൂ. ഇതൊരു ബിയേർഡായിട്ടാ കാണിക്കുന്ന. ഫുള്ള് ഇതാണല്ലോ. അതൊക്കെ നമ്മൾ തട്ടാതല്ലത്. എന്തിനാ ഇവിടെ കിടക്കുന്നത്? സ്കൂൾ എന്നിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ക്ലാസ്സിൽ കയറി അറിയില്ലേ? സ്ഥലമൊന്നുമല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നാലോ? ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ എന്താണെന്ന്. ഞങ്ങൾ വിമുക്തി സ്റ്റുഡൻസാണ്. ഞങ്ങൾ ഇനി കാണിച്ചു കേട്ടോ എന്താ ചെയ്യുന്നത് നോക്കാലോ. നോക്കാം. ഞങ്ങൾ അവിടെ പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് എന്താണെന്ന് അറിയില്ല. സംശയം അവിടെ രണ്ട് കുട്ടികളുണ്ട്. ഞങ്ങളോട് ഒരുപാട് എതിർത്ത് സംസാരിക്കാൻ സമയങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. ഇങ്ങനത്തെ എന്തായാലും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നത്. ടീച്ചർ എന്തായാലും ഒന്നും നോക്കാം. എന്തെങ്കിലും വിളിക്കാം. ഹലോ ഹലോ ആ ഒന്ന് വേഗം വരുമോ? ശരി. ആ സർ അവിടെ എവിടെയാണ്? അതാ ഇത് കാണുമ്പോൾ തന്നെ പങ്കാളിയാണ്. ഹലോ, എന്തത്? ആരാ? ഞങ്ങൾ ഓഫീസേഴ്സാണ്. അത് ഞങ്ങൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ എന്താ സംഭവം? അതാണെന്താ അറിയണേ. ഞങ്ങൾ അവിടെ പോയി ഡ്രഗ് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ പറയണത്? ഓ ശരി. ഞങ്ങളിവിടെ വരില്ല. തെളിവ് എവിടെ? കാണിക്കാതെ ഇത് നോക്കിയേ. ഇതൊക്കെ ആരും നിങ്ങക്ക് തരുന്നത്? അവിടെ നിക്ക്. ഇതൊക്കെ ആരും നിങ്ങക്ക് തരുന്നത്? ഇത് നോക്കിയേ. ഇത് സേഫായിട്ട് പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഓഫീസിൽ കിടക്കാം. ആള് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വരാൻ പറഞ്ഞിട്ട് നാളെ ക്യാഷ് ഓൺ തരാം. എത്ര മണിക്കാണ് സാധാരണ വരാറ്? ഒരു 10:30 ഇന്റർവ്യൂ ടൈം. അപ്പൊ ഇത് ഇവിടുത്തെ ആർക്കും അറിയില്ലേ? എങ്ങനെ അറിയാം ഇതൊക്കെ? എനിക്ക് അയാളെ അറിയില്ല, പക്ഷെ എനിക്ക് പറഞ്ഞു തെളിവാ. ഇല്ലല്ലോ. ഇല്ലല്ല, ഞങ്ങൾ ഫ്രണ്ട്സിനും കൂടെ യൂസ് ചെയ്യാനാ. നല്ല സാധനം കേട്ടോ തന്നത്. നീയാണല്ലേ ഇതൊക്കെ ചെയ്യുന്നത്?
ഞങ്ങൾക്ക് ഡ്രഗ്സ് വേണം, തരാൻ പറ്റുമോ? നിങ്ങൾ ആരാ? നിങ്ങൾ വിടും, കൈ വിടും. ഇവർക്കൊക്കെ ഡ്രഗ്സ് കൊടുത്ത് ഞങ്ങൾക്ക് എന്ത് തരാൻ പറ്റത്തെ? പൈസ ചോദിച്ചപ്പോൾ മാത്രം പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു അല്ലേ? അല്ലാത്തപ്പോൾ ഫ്രീ ആയിട്ട് തന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കാം. ഇവരാണ് ഇവന് ഒരു ബാഡ് ഹാബിറ്റിൽ നിന്ന് തിരിച്ചു മാറ്റിയത്. അപ്പോൾ ഇവർക്ക് നല്ലൊരു കൺഗ്രാജുലേഷൻ കൊടുക്കണം. ഇനി മേലാൽ ഇങ്ങനത്തെ ആപത്തുണ്ട് അറിയാൻ. Say no to drugs. Say yes to life.